ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി നട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ വെയിറ്റുള്ള ഒരു കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വാനില കേക്കിൽ നട്ട്സ്, കണ്ടൻസ്ഡ് മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ 1/4 കപ്പ് മൈദമാവാണ് ഇട്ടത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ച് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 3 പ്രാവശ്യം അരിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരണം. മുട്ട ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. മാവ് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തത്. അതിൽ ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഈ കേക്ക് ഞാൻ OTGയിലാണ് ഉണ്ടാക്കുന്നത്. OTG 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. മാവ് ഒഴിച്ച ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് OTGയിലേക്ക് വയ്ക്കാം. ഇതിന് പകരം പാത്രത്തിലോ കുക്കറിലോ ആണ് ചെയ്യുന്നതെങ്കിൽ അതും 10 മിനിറ്റ് ചൂടാക്കിയ ശേഷം മാത്രമേ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാവൂ. OTGയിൽ വെച്ച ശേഷം 40 മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഷുഗർ സിറപ്പിന് പകരം പാലാണ് എടുക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് നല്ല തിളപ്പിച്ച പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മധുരം മതിയെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്യാൻ ആവശ്യത്തിലുള്ള ക്രീം എടുത്ത ശേഷം അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുമ്പോൾ ഈ ക്രീം കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. കേക്ക് 40 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്ത ശേഷം ഞാൻ ബട്ടർ പേപ്പറിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ആദ്യം മുകളിലുള്ള ഈ സ്കിന്ന് പോലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി 3 ലെയറായിട്ട് കേക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ഇനി കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ആദ്യം വയ്ക്കാം. എന്നിട്ട് മിൽക്ക് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം.
നല്ലപോലെ തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഒരു കപ്പ് പാലെടുത്തത് ഈ കേക്കിൽ മുഴുവനായിട്ട് 3 ലെയറിലായിട്ട് ഇതുപോലെ നനച്ച് കൊടുക്കണം. ഇനി ക്രീം വയ്ക്കാം. ഈ കേക്കിന് ഓർഡർ തന്നപ്പോൾ തന്നെ കസ്റ്റമർ പറഞ്ഞിരുന്നു ക്രീം കുറച്ച് മതി, ലെയറിൽ വയ്ക്കുന്ന ക്രീം വളരെ കുറച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീമേ വയ്ക്കുന്നുള്ളൂ. ചെറിയ അളവിൽ ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, ഇതുപോലെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ മുഴുവനും അങ്ങ് ഒലിച്ച് പോകും. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുന്നുണ്ട്. ക്രീം കുറച്ച് വെച്ചതുകൊണ്ട് ഗണാഷ് കൂടുതലായിട്ട് ഒഴിക്കുകയാണ്. ഗണാഷ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നട്ട്സ്, ബദാമും കാഷ്യൂ നട്ട്സും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. അതും നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ക്രീം വെച്ചിട്ട് ഗണാഷ് ഒഴിക്കാം. ഗണാഷ് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നട്ട്സ് ഇടാം. ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് ഗണാഷും കൂടെ ഒഴിക്കുന്നുണ്ട്. ആദ്യം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഗണാഷും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് മൂന്നാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. അതും നല്ലപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് വെറ്റ് ചെയ്തിട്ട് ഇത്ര മിൽക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവനും ഞാൻ കേക്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കേക്കിന് മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. സൈഡിലും നന്നായിട്ട് തന്നെ തേച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല, നേരിട്ട് തന്നെ അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ തന്നെ ക്രീം തേച്ച് ലെവൽ ചെയ്തെടുക്കുവാണ്. മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്നിട്ട് ഞാനൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത കേക്കിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാം. നേരത്തെ എടുത്ത ഗണാഷ് കുറച്ചുകൂടെ ഒന്ന് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചൂടാക്കി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അത് കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. സൈഡിലെല്ലാം നല്ലപോലെ തന്നെ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് സമയത്ത് കൂടെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അതിനുശേഷം എടുത്തിട്ട് നട്ട്സ് ചുറ്റും കേക്കിൻ്റെ ചുറ്റും നട്ട്സ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. കേക്കിന് സൈഡിൽ 4 സൈഡിൽ ഞാൻ നട്ട്സ് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലും മുകൾ ഭാഗത്തും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ഞാൻ ഇതുപോലെ ഒരു നോസിലിട്ടിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് എടുത്തത്. അത് വെച്ചിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കാം.
പേരെഴുതാനായിട്ടാണ് ഇതുപോലൊരു ബോർഡർ കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഫ്ലവറും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പേര് ഞാൻ ചോക്ലേറ്റിലാണ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മിൽക്കി നട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.